വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ താത്താടെ വീട്ടിലേക്കൊന്ന് പോയി, അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും അവിടെ അടുത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്തിയ ടൈമിൽ നമുക്ക് വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൾ റൈസൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ഭാഗത്ത് ചിക്കനൊക്കെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒക്കെ റെഡിയാക്കാണ്. അപ്പോൾ ബിരിയാണിയുടെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ആ മസാല ഒക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ബിരിയാണിയുടെ മസാലയിലേക്ക് വേവിച്ച് വെച്ച് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ദമ്മിടാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ടൈമിൽ ഇതവിടെ നല്ല അടിപൊളി സേമിയ പായസമൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ മറ്റൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മളെ ബിരിയാണിയുടെ ദമ്മൊക്കെ പൊട്ടിച്ച് ബിരിയാണി വിളമ്പലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ട് സാലഡൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അടുത്തുള്ള പുഴയൊക്കെ ഒന്ന് കാണാൻ പോയി. അപ്പോൾ അവിടെ അടുത്തുള്ള പുഴയിലേക്ക് പോണ വഴിയാണിത്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ നല്ല നല്ല ഭംഗിയുള്ള ചെടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു വീഡിയോ എടുത്തു. പൂക്കളൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ, അപ്പോൾ എനിക്കും പൂക്കളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അതിൻ്റെയും കൂടി വീഡിയോ എടുക്കാനൊക്കെ തോന്നി. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ ഒരു നെൽപ്പാടം കണ്ടു. അപ്പോൾ പാടത്തിൻ്റെ ഭംഗി കണ്ടപ്പോൾ വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. കാരണം നെൽകൃഷിയൊക്കെ ചെയ്തിട്ട് നല്ല പച്ച പിടിച്ച് കിടക്കുന്ന ഒരു നെൽപ്പാടാണ്. അപ്പോൾ നമുക്കിത് കാണാൻ തന്നെ നമ്മുടെ മനസ്സിനും കണ്ണിനൊക്കെ ഒരു കുളിർമയേകുന്നൊരു കാഴ്ചയാണ്. ഇതിലൊരു മുളയുടെ മരമൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നല്ലൊരു കിളികളുടെ സൗണ്ടും ഒക്കെ കേൾക്കാണ്ട് നല്ല രസമുണ്ട്. നല്ല പച്ചപ്പ് പിടിച്ചൊരു സ്ഥലം. അപ്പോൾ നമ്മൾ നടന്ന് ഇങ്ങനെ പുഴയിലെത്താറായി. അപ്പോൾ മഴയൊക്കെ ഇല്ലാത്ത കാരണം പുഴയിൽ വെള്ളമൊക്കെ കുറവാണ്. അപ്പോൾ ഇത് പുഴൻ്റെ കരയിലുള്ളൊരു മുളമരമാണ്. ഇതിങ്ങനെ പുഴയിലേക്ക് ചാഞ്ഞിങ്ങനെ കിടക്കണ കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ പുഴയിൽ വെള്ളം കുറവാണ്, എന്നാലും ചില ഭാഗത്തൊക്കെ നല്ല ആഴമുണ്ട്. കണ്ടാൽ തന്നെ അറിയാം. അത് ഈ പുഴയുടെ നടുവിലായിട്ടൊരു കിണറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കിണറ്റിൽ നിന്നാണ് ഇവിടെ അടുത്തുള്ള വീടുകൾക്കൊക്കെ പൈപ്പ് വെള്ളം പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നടുവ് തന്നെ ഒരു കിണറൊക്കെ ഉണ്ട്. നമ്മുടെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവർ പുഴയിലൊക്കെ ഇറങ്ങി കളിച്ചു. കുട്ടികൾക്ക് വെള്ളം കാണാൻ തന്നെ രസമല്ലേ, അപ്പോൾ അവർക്ക് നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ പുഴയുടെ അടുത്ത് കൂടി ഒരു വഴിയുണ്ട്. അപ്പോൾ അതിലൂടെ കുറച്ചു നേരം നടക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്നു. ഇവിടെ കുറേ മുളൻ്റെ മരങ്ങളും മുളൻ്റെ ഒരു കൂട്ടം തന്നെയാണ് ഈ പുഴവക്കത്തൊക്കെ.
നമ്മളീ പോണ വഴിയിലുള്ള മരങ്ങളിലൊക്കെ കുറേ തുണികൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രളയത്തിൻ്റെ ടൈമിൽ വെള്ളമൊക്കെ കയറിയിട്ട് വെള്ളത്തിലൂടെ വന്ന തുണികളൊക്കെ നമ്മൾ ഈ മരത്തിലിങ്ങനെ പിടിച്ച് കിടക്കുക തോന്നുന്നുണ്ട്. കുറേ തുണികളുണ്ട്, കുറേ മരങ്ങളും അങ്ങനെ കാണാനുണ്ട്.
ഇതാ പുഴക്കരയിൽ ഇങ്ങനെ നിലത്ത് മുഴുവൻ ഇങ്ങനെ പടർന്ന് വള്ളി കെട്ടി കിടക്കുന്ന ഒരു ചെടിയാണ്. അപ്പം അതിന്മേൽ ചെറിയ ചെറിയ പൂവുകളൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നതൊരു ഈവനിങ് ടൈമിലായിരുന്നു, അതുകൊണ്ട് തന്നെ വെയിലിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, നല്ലൊരു അന്തരീക്ഷം തന്നെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഈ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.